ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ സ്വന്തം സന്ധ്യാശേഖറാണേ. ഞാൻ നാളെ എന്താണ് പെരുന്നാളൊക്കെ അല്ലേ, അപ്പം അതൊക്കെ പ്രമാണിച്ച് ഞങ്ങളും എന്ത് കൊടുത്തെന്നറിയോ, കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചു. ഇവിടെ നമുക്ക് വന്നിപ്പള്ളി നല്ല ഫ്രഷ് ബീഫ് കിട്ടും. അതൊന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ കറി പ്രിപ്പറേഷൻസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാനിത് കറിയാക്കിയിട്ടുണ്ട്, ബീഫ് കറി. കണ്ടോ, നല്ല നാടൻ ബീഫ് കറി. ഇപ്പം മൂടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഭയങ്കര ടേസ്റ്റുണ്ട്, നല്ല സ്മെല്ലുണ്ട്, ഹോട്ടലിലൊക്കെ വരുന്ന സ്മെല്ലുണ്ട്. എന്നിട്ട് കാശോട് ചോദിച്ചു, എടാ ഹോട്ടലിൽ നിന്ന് വരുന്നതൊക്കെ സ്മെല്ലുണ്ട്, പക്ഷേ ഇതിന് ടേസ്റ്റ് കാണുമോ? അതും അമ്മ ഉണ്ടാക്കുന്നതായതുകൊണ്ടെന്ന് മോള് പറഞ്ഞു. പക്ഷേ ഞാനിപ്പം കൊടുത്തപ്പം പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്നത്തെ എൻ്റെ ബീഫ് കറി സക്സസ്ഫുള്ളായി. ഇനി ചപ്പാത്തിയും ബീഫുമാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ്. അപ്പം ഞാനും എൻ്റെ കാശിക്കുട്ടനും കൂടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. എൻ്റെ കാശിക്കുട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് രാത്രിയിൽ. മറ്റേ ചേച്ചിയല്ല. എന്തുകൂടാ നീ ഇവനങ്ങ് ഹൈറ്റ് വെച്ച് പോകും, അപ്പം ഞാൻ ചെറുതും അവൻ വലുതും. അപ്പം മറ്റേ എൻ്റെ അത്ര ആവത്തില്ലെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എന്നെക്കാളും വലുതായി. അതെ, എന്നെക്കാളും എൻ്റെ മോൻ ഒത്തിരി 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 വലുതാവണം, നല്ല സ്വഭാവത്തോടെ. അവനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, എൻ്റെ സ്വത്താണ് എൻ്റെ മോൻ. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മകനാണ്. ഇത്ര ലവബിളായിട്ടുള്ള, ഇത്രയ്ക്ക് സത്യം പറഞ്ഞാൽ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം, അത്ര 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 ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചത്ത് കിടക്കുക. ഇപ്പം തന്നെ അമ്മൂമ്മയുടെ അടുക്ക ചെന്ന് പറയുന്നു. അപ്പം അമ്മ റെസ്റ്റില്ല. അപ്പം അമ്മ അടുക്ക ചെന്ന് പറയുന്നു, അമ്മ രാവിലെ മുതലേ ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പം അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കുഴമ്പ് സംഭവിക്കുകയാണെങ്കിൽ അമ്മൂമ്മ വഴക്കൊന്നും പറയരുത്, കൊള്ളത്തില്ലെന്നൊന്നും പറയരുത്. പാവം അമ്മ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ അവൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ചു. അവൻ്റെ അമ്മ ജോലി ചെയ്യുന്നതിൽ അവന് ഭയങ്കര വിഷമമുണ്ട്. അപ്പം പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മോനും മൂക്കും ഇങ്ങനെ ഫുഡുണ്ടായി. രാവിലെ മുതൽ, അതായത് മോർണിംഗ് ടു ഡിന്നർ വരെ ഞാൻ ഫുഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം എൻ്റെ അമ്മയുള്ളതുകൊണ്ട് അമ്മച്ചിക്ക് ഇഷ്ടം, അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടം ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. അമ്മയുടെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം അത് കഴിച്ച് വളർന്നതുകൊണ്ട് ഇവർക്ക് എൻ്റെ ഫുഡ് അത്ര ഇതല്ല. പക്ഷെ ഞാൻ നന്നായിട്ട് ഇപ്പം വെക്കുന്നുണ്ട് അല്ലേ അശൂട്ടെ? അമ്മച്ചിയുടെ ബീഫ് കറി ഉള്ളത്തില്ലേ, എൻ്റെ ബീഫ് കറി സൂപ്പറാണ്, എൻ്റെ ചക്കക്കുട്ടനാണ്. അപ്പം ഞങ്ങളപ്പം ബീഫ് കറിയൊക്കെ കൂട്ടി ചപ്പാത്തിയൊക്കെ കൂട്ടി ചപ്പാത്തിയുടെ കൂടെ കഴിച്ചിട്ട് എൻ്റെ മോനും മോളും, അമ്മ കഴിക്കില്ല, അമ്മ നോൺ വെജ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഞങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ഞാനും കാശിക്കുട്ടനും എൻ്റെ മോളൂട്ടിയും കൂടെ കഴിക്കട്ടെ കേട്ടോ. മോളൂട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. വന്നേ, എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി? ഇവിടെ വന്നേ. ഓയ് കുട്ടി പോയി. മോളമ്മേ എങ്ങനെ ഉണ്ടായിരുന്നു മോളൂട്ടി? ഇങ്ങോട്ട് വന്നേ. ദേ അമ്മയുടെ ബീഫ് കറിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങ് വേർത്ത് പാനം തട്ടെ. അപ്പം കൊള്ളായിരുന്നോ? സത്യം സൂപ്പറായിരുന്നു. ഇരിക്കുന്നു. അപ്പം സൂപ്പറായിരുന്നോ എന്ന് പറ. സൂപ്പറായിരുന്നോ? സൂപ്പറാണെങ്കിലേ സൂപ്പറെന്ന് പറയൂ. ആണോ? സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ അയ്യോ ഇനിയും എന്താ ഭയങ്കര ഈ അടുക്കള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താലും തീരത്തില്ല. അയ്യോ എന്തൊരു ജോലിയാണെന്നറിയോ, രാപകലങ്ങ് ജോലി. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ, ഇന്നിപ്പോൾ എനിക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയി ഞാൻ തിരിച്ചു വന്നു. ഞങ്ങളൊരു 11 മണി 11:30 ഭയങ്കര മഴയത്ത് ആണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഒരു വണ്ടി ഓടിക്കാൻ പോലും വയ്യ, അത്ര ഭയങ്കര മഴയായിരുന്നു. അപ്പം വണ്ടിയൊക്കെ ഓടിച്ച്
ഞാൻ വീട്ടിൽ വന്ന് കയറി. അപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ രാവിലെ എനിക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. കാരണം 8 മണിക്ക് മുമ്പേ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. 10 മണിയാകുമ്പോഴത്തേന് ചെന്നാൽ മതിയായിരുന്നു. പക്ഷേ 8 മണിക്ക് മുമ്പേ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 8 മണിക്ക് മുമ്പേ ചെന്നു. അയ്യോ, സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ടയേർഡാണ്. എന്നാലും എനിക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ ചേച്ചിയുടെ മക്കൾക്ക് കുറച്ച് സാധനം സ്കൂൾ തുറക്കല്ലേ, അപ്പം അങ്ങനെ ചേച്ചി ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിക്കാണ് നമ്മുടെ വന്നേപ്പള്ളി ബീഫ് വെട്ടുന്നത് കണ്ടത്. അപ്പോൾ ഫ്രഷ് ബീഫിൽ നിന്നൊക്കെ കിട്ടും. പെരുന്നാൾ സമയത്താണ് നല്ല ഫ്രഷ് ബീഫ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വാങ്ങാൻ വാങ്ങിച്ചു. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നു. ചേച്ചിയും കുറച്ച് കൊണ്ടുപോയി. ചേച്ചിക്ക് മക്കളില്ലേ, ചേച്ചിയും കൊണ്ട് വിട്ടിട്ടാണ് ഞാൻ ഇപ്പം വന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു രാത്രി നേർന്നുകൊണ്ട് കേട്ടോ. ശുഭരാത്രി, സുഖനിദ്ര അല്ലേ? അപ്പോൾ ഓക്കെ, ടാറ്റാ.